ബിസിനസ്സിന് ഏജ് ഒരു പ്രശ്നമാണോ, അല്ലെങ്കിൽ കറക്റ്റായ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏജ് എത്രയാണ്? സോ ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബിസിനസ് റിലേറ്റഡ് പ്ലസ് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കാണാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരെ പ്രത്യേകിച്ച് ഒരുപാട് പല പല കാറ്റഗറീസ് ഓഫ് ആൾക്കാരുണ്ട്. ചെറിയ പ്രായം തൊട്ട് വലിയ പ്രായം വരെയുള്ളവരുണ്ട്. സോ ആക്ച്വലി ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടൈം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സമയം ഇല്ല എന്ന് വേണം പറയാൻ. കാരണം നമുക്ക് നോക്കുന്ന സമയത്ത് ചെറിയ പ്രായമുള്ള ഓൺടർപ്രണേഴ്സ് കാണാം, വലിയ പ്രായമുള്ള ഓൺടർപ്രണേഴ്സ് കാണാം. സോ ബേസിക്കലി സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ, ഇത് ബേസിക് ആയിട്ട് എവിടുന്നാണ് വരുന്നത് വെച്ചാൽ നമ്മളെ ഐഡിയ, നമ്മളെ എക്സിക്യൂഷൻ, അതുപോലെ തന്നെ നമ്മളെ നമ്മളെ മൈൻഡ് സെറ്റാണ്, ആ ബിസിനസ്സിനോടുള്ള മൈൻഡ് സെറ്റാണ് ആക്ച്വലി അത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ഐഡിയ എപ്പോഴാണ് വരുന്നത്, ആ ഐഡിയ മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്താണ് എക്സാക്ട്ലി ടൈം. ഈ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പം എൻ്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഏർലി സ്റ്റേജിൽ തന്നെ ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് +2 കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ ക്ലാസ്സസ് എടുക്കാനും തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മെല്ലെ ട്യൂഷൻസ് സ്വന്തമായിട്ട് തുടങ്ങി വന്നപ്പോൾ, ഞാനൊരു ഏർലി സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഈ എപ്പോഴേ എത്ര റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്, ഡിഗ്രി കഴിഞ്ഞ് PG ഒക്കെ കഴിഞ്ഞിട്ട് മെല്ലെ നോക്കിയിട്ട് പോരെ, എനിക്ക് ആദ്യം ഒരു ജോലി സെറ്റാക്കുക, ആ ജോലിയിൽ നിന്ന് പണിയെടുത്ത് ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു ഇൻകം ഒക്കെ ഉണ്ടാക്കി, ആ ഇൻകം പിന്നീട് നോക്കിയിട്ട് ആ ഒരു ബിസിനസ്സിലേക്ക് കടന്നാൽ പോരെയെന്ന്. പക്ഷേ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയല്ല. ആ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്ക് തീരെ കിട്ടുന്നില്ല എന്നുകൊണ്ടും, പിന്നെ ഓഫ്കോഴ്സ് ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന എനിക്ക് ആ ടീച്ചിങ് അല്ലെങ്കിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അഗ്രസീവ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് മെല്ലെ ഒരു കുട്ടി 2 കുട്ടി ഇങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് വന്നപ്പോൾ, ഇതെന്തുകൊണ്ട് എനിക്ക് ഒരു എക്സ്പാൻഡഡ് വേർഷനിൽ ചെയ്തുകൂടാ, ഇതെനിക്ക് എന്തൊരു സ്റ്റാർട്ടപ്പ് മോഡലൊക്കെ ചെയ്തുകൂടാ എന്നുള്ള ആ സ്റ്റേജിലേ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിലേക്ക് ഇങ്ങനെ മെല്ലെ ഗ്രാജുവലി എത്തിയത്. സോ ഞാൻ അവിടെ ഒരു ഏജ് ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് ഒരു 20 വയസ്സ് 35 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നാൽ ശരിക്കും അത് നടക്കൂല. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടാലറിയാം, ചെറിയ പ്രായം തൊട്ട് പല ഏജ് കാറ്റഗറി ഉള്ള ആൾക്കാരും എന്താക്കുന്നുണ്ട്, സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങുന്നുണ്ട്. സോ നിങ്ങൾ സ്റ്റാർട്ടപ്പിനെ ഒരു ഏജോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാക്ടറായി കാണാതെ, മറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ടപ്പിൻ്റെ നിങ്ങളെ ഐഡിയ ആ സമയത്ത് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ, ഫ്യൂച്ചറായിട്ട് അതിന് സ്കോപ്പ് ഉണ്ടോ, അതുപോലെ തന്നെ ഇത് നിങ്ങൾ മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ കൃത്യമായി സെല്ലാവുന്നുണ്ട്, കസ്റ്റമേഴ്സിന് നല്ല വാല്യൂ കിട്ടുന്നുള്ള ഒരു ബിസിനസ് ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അല്ലാതെ ഏജ് അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യം, ഈ സാഹചര്യം റെഡിയാവട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് എക്സാക്ട്ലി. അപ്പം 60 വയസ്സുള്ള 50 വയസ്സുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടപ്പിലേക്ക് കിടക്കുന്നുണ്ട്. സോ അത് കുറേ പ്രായം ഇനിയിപ്പോൾ ബിസിനസ് ഒന്നും വേണ്ട എന്നൊന്നല്ല, നമുക്ക് എപ്പോഴാണ് ആ ഒരു ഐഡിയ വരുന്നത്, ഒരു യുണീക്ക് ഐഡിയ വരുന്നത്, ഒരു ഇന്നോവേറ്റീവ് ഐഡിയ വരുന്നത്, അത് നമുക്ക് നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യാനും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാനും പറ്റും. നമ്മളതിന് 100% റെഡിയാണ്, എനിക്ക് ആ മൈൻഡ് സെറ്റ് ഉണ്ട്, ഞാൻ എത്ര വേണമെങ്കിൽ എഫേർട്ട് ഇടാം എന്നുള്ള സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്നിനും വെയിറ്റ് ചെയ്യേണ്ട, അങ്ങോട്ട് ഇറങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള. സോ ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാനിങ് ചെയ്യാൻ ആരെക്കൊണ്ട് പറ്റും, പ്ലാനിങ് ചെയ്ത് ഫുള്ള് പ്ലാന് പേപ്പറിൽ വരയ്ക്കാൻ പറ്റും, പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വളരെ ചുരുക്കം % ആൾക്കാരെ കൊണ്ട് പറ്റുള്ളൂ. സോ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. കാരണം പ്ലാൻ വേണ്ടാന്നല്ല ഞാൻ പറയാം, ആ പ്ലാനിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് റിസൾട്ടാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ ഫോക്കസ്. നിങ്ങൾ റിസൾട്ടിനേക്കാൾ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നമുക്ക് ചിലപ്പം പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് ഉണ്ടായിക്കോണമെന്നൊന്നുമില്ല ബിസിനസ്സിൽ ഇറങ്ങിയ പാടന്നെ. അപ്പം നിങ്ങൾ എന്താ ഫോക്കസ് ചെയ്യണ്ടേ, നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി, അത് വർക്കൗട്ട് ചെയ്തു, ആ വർക്കൗട്ട് ചെയ്തപ്പോൾ റിസൾട്ട് എന്താ, ഒന്നെങ്കിൽ ഗുഡ് ഓർ ബാഡ്. പക്ഷെ അവിടെ എന്താ ഉണ്ടായി, നിങ്ങൾ എക്സിക്യൂഷൻ നടന്നു എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരു എക്സിക്യൂഷൻ നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലൈഫിലും ബിസിനസ് ലൈഫിലും നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലെസൺസ് മനസ്സിലാക്കിയിട്ട് ഒരുപാട് ചേഞ്ചസ് വരുത്താനൊക്കെ വേണ്ടി പറ്റും. സോ നിങ്ങൾ ബിസിനസ്സിലേക്കൊരു ഇനീഷ്യൽ സ്റ്റാർട്ടിങ് ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടും എംപ്ലോയീസ് മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1-2 വീഡിയോസ് എന്താക്കാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് എന്താക്കാം, ഞാനിന്ന് ഈ ഒരു ചാനലിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലേലിസ്റ്റും കിട്ടും. സോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആസ് എ ഫൗണ്ടർ നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവും. കാരണം ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എൻ്റെ ബിസിനസ്സിൽ പണി കിട്ടി പഠിച്ചെന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ പണി കിട്ടി പഠിച്ച, മിസ്റ്റേക്സ് ക്ലിയർ ചെയ്ത ഒരുപാട് സാധനം പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ആ മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ചുകൂടി ഫാസ്റ്റായി പോകാൻ പറ്റും.
ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ 1-2 വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു റൂട്ട് നമുക്കറിയില്ല, നമ്മൾ ഫസ്റ്റ് പോവുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, നമുക്ക് തെറ്റി പോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഒരു 100 വട്ടം പോയ ഒരാൾ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാണെങ്കിലോ നമുക്ക് കൃത്യമായിട്ട് അവിടെ എത്താൻ വേണ്ടി പറ്റും. സോ ഇതേപോലെ ഞാൻ പഠിച്ച ഒരുപാട് അല്ലെങ്കിൽ എനിക്ക് പറ്റിയ ഒരുപാട് മിസ്റ്റേക്സ് നിങ്ങൾക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഫോക്കസ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.